സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണൻ്റെ അധികം അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും മുത്തശ്ശി വരുണെന്നും പറഞ്ഞ് വിളിച്ച് പിന്നാമ്പുറത്തേക്ക് വരുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കുന്നതും രാധിക അവിടെ നിന്നും മാറി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി വരുണിൻ്റെ അരികിലേക്ക് വരുവാ. ആ മോനെ, അവിടെ പ്രിയങ്ക മോളിതാ പോകാൻ റെഡിയായി, ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുക, മോനിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വരുണിനെയും കൂട്ടി അവിടെ നിന്ന് മുത്തശ്ശി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുൺ കാറിൻ്റെ അവിടെ കാത്തു നിൽക്കുന്നതാണ്. ഈ സമയം ബാഗൊക്കെ ആയിട്ട് പ്രിയങ്ക അകത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, മോളെ എത്രയും വേഗം വരുണിനെയും കൂട്ടി നീ ഇവിടുന്ന് പൊക്കോ, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടോ രാധിക കയ്യിലിരിക്കുന്ന പ്രസാദവുമായിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. പ്രിയേ നിൽക്ക്, ഇത് ഞാൻ അമ്പലത്തിൽ പോയി നിനക്കും വരുണിനും വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിച്ച ചരട. ഈ ചരട് നീ വരുണിൻ്റെ കൈ കെട്ടിക്കൊടുക്കണം. അതോടെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. വരുൺ നിന്നെ സ്നേഹിക്കും. അത് കേട്ടിട്ട് മുത്തശ്ശി മനസ്സിലാലോചിക്കണേ, ഇവള് പ്രിയങ്കയും വരുണും കൂടി ഒന്നിച്ചു പോകാൻ എന്താണെങ്കിലും പൂജ ചെയ്യില്ല, അവർ തമ്മിൽ വേർപിരിക്കാനായിരിക്കും ഇവൾ പൂജ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ മനസ്സിലാലോചിക്കുക. എന്നിട്ട് ചോദിക്കണേ, അല്ല ഇത് കൈ കെട്ടിയ പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്ന് ഉറപ്പാണോ? അതേ മുത്തശ്ശി. ശരി, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങ് കൂടെ വാ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി മുത്തശ്ശി പുറത്തേക്ക് എത്തുവാണ്. അങ്ങനെ രാധികയെ വരുണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയണേ, മോനെ ഇതേ പൂജിച്ചൊരു ചരടാ, ഈ ചരട് രാധിക മോള് തന്നെ മോൻ്റെ കൈ കെട്ടിത്തരും. അത് കേൾക്കുന്നതും വരുണിൻ്റെ മുഖമൊക്കെ അങ്ങ് സന്തോഷം കൊണ്ട് വിടരുവാണ് കേട്ടോ. വരുണത്തിന് സന്തോഷമാകും അത് കേൾക്കുമ്പോൾ തന്നെ. ഈ സമയം രാധികയാണെങ്കിൽ മിഴിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശി പറയണേ, കെട്ടിക്കൊടുക്കും മോളെ, മോളെ കെട്ടിക്കൊടുക്കാൻ. അങ്ങനെ ആ ചരടെടുത്ത് രാധിക തന്നെ വരുണിൻ്റെ കൈ കെട്ടുവാണ്. ഈ സമയത്താണെങ്കിൽ വരുണാണെങ്കിൽ രാധിക തന്നെ കണ്ണെടുക്കാതെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ആ മുത്തശ്ശിയെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരിക്കുകയാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് ദേവനും യശോദയൊക്കെ അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അന്നേരം മുത്തശ്ശി ദേവനോട് പറയണേ, രാധിക മോളെ, വരുണും പ്രിയങ്കമോളുടെയും ജീവിതം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചരട് അമ്പലത്തിൽ പോയി പൂജിച്ചുകൊണ്ട് വന്നതാ, അതായിപ്പോൾ കെട്ടിക്കൊടുക്കുന്നത്. അന്നേരം ദേവൻ ചോദിക്കണം, അല്ല ഇത് ഏത് അമ്പലത്തിൽ നമ്മൾ പൂജിച്ചത്? അത് പിന്നെ വെച്ചാൽ ഭാർഗവൻ തിരുമേനിയിട്ടായിരിക്കുന്നു. അതെന്താണെങ്കിൽ നന്നായി മോളെ. ഈ സമയത്ത് രാധികയുടെ കയ്യിൽ നിന്ന് പ്രസാദം താഴെ വീഴുവാണ് കേട്ടോ. അങ്ങനെ രാധിക അതെടുത്ത് കൈ പിടിക്കുമ്പോഴേക്കും രാധികയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല അത് പുറത്തേക്ക് വരുവാണ്. അങ്ങനെ ആ മാലയെ കൊടുത്തിരിക്കുന്ന ആ ഒരു താലിയുണ്ടല്ലോ, അത് മുത്തശ്ശി കാണുവാണ് കേട്ടോ. വേറെ ആരും കാണുന്നില്ല അത്. അങ്ങനെ മുത്തശ്ശി രാധികയെ കണ്ണു തുറപ്പിച്ച് നോക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കാണുന്ന രാധിക എന്താണെന്നറിയാതെ മുത്തശ്ശിയെ നോക്കി പേടിച്ച് വരണ്ട് നിൽക്കുവാണ്. പെട്ടെന്നായിരിക്കും തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പുറത്തേക്ക് വന്നത് രാധിക ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അത് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ടത് മറച്ചു പിടിക്കുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്ക എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുവാണ്. പോകുന്നതിന് മുമ്പ് വരുൺ വീണ്ടും രാധിക ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ കാറെടുത്ത് വരുൺ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ വേഗം തന്നെ അകത്തേക്ക് ഓടിപ്പോകുവാണ് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ ആകെ കലിപുണ്ടി നിൽക്കുമായിരിക്കും. രാധിക നേരെ ഓടി ചെല്ലുന്നത് പൂജാമുറിയിലേക്കാണ്. ഭഗവാനെ, എൻ്റെ നെഞ്ചോടൊട്ടിച്ചേർത്തിരിക്കുന്ന ഈ താലി നീ തന്നെ സംരക്ഷിക്കണേ. ഇതൊരിക്കലും ഒരു കാരണവശാലും എന്നിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ നീ തന്നെ എനിക്ക് അനുഗ്രഹം തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്ന കുങ്കുമം എടുത്ത് താലിയിൽ ഇങ്ങനെ തൊട്ടുവാണ്. എന്നിട്ട് മാല വീണ്ടും സാരിയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി യശോദനും കൂടി അകത്തേക്ക് എത്തുക. എടി രാധിക, അവളെവിടെ? എടി ഇങ്ങോട്ട് വാടി മര്യാദക്ക്. അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അന്നേരം മുത്തശ്ശി പറയുക, നിന്റെ രണ്ട് മക്കളും വരുണിൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുന്നത് നിനക്ക് കാണണോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. അന്ന് പ്രിയങ്കമ്മളുടെ കഴുത്തിൽ ഇടേണ്ടിരുന്ന ആ താലി കാണാതെ പോയത് നീ ഓർക്കുന്നുണ്ടോ? അന്ന് നിന്റെ പുന്നാര വളർത്തുമ്പോൾ എന്താ പറഞ്ഞത്? അത് നഷ്ടപ്പെട്ടു പോയിന്ന്. എന്നിട്ട് ഇവിടുന്ന് പൂജിച്ച മറ്റൊരു താലി അവളുടെ കൈ കൊടുത്തുവിട്ട് പ്രിയങ്കമോള് ഏൽപ്പിച്ചില്ലേ? അതൊക്കെ നീ ഓർക്കുന്നില്ലേ? അന്നേരം യശോദ പറയണേ, അതെ ഓർക്കുന്നുണ്ട്. അന്ന് രാധിക അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രിയങ്ക അന്നത്തെ ദിവസം തന്നെ കണിമംഗലത്തിന് പുറത്തായി ഇവിടെ വന്ന് നിന്നേനെ. ഈ സമയം മുത്തശ്ശി പറയണേ, അതെ പ്രിയങ്കയുടെ കഴുത്തി വരുൺ കെട്ടേണ്ടിയിരുന്ന ആ താലിയുണ്ടല്ലോ, അത് നിന്റെ മോൾക്ക് കൊടുക്കാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളത് ഒളിപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ താലി അവൾ കഴുത്തിലിട്ട് അണിഞ്ഞു നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഈ സമയം രാധിക അങ്ങോട്ടേക്ക് വരുവാ. എന്നിട്ട് രാധികയുടെ മുത്തശ്ശി ചോദിക്കണേ, വരണമെന്ന് നിന്റെ കഴുത്തിൽ കിട്ടിയ താലി ഇപ്പോഴും നീ നിന്റെ മാല കോർത്തിട്ട് നടക്കുന്നില്ലേ? അന്നേരം രാധിക പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോകുക. എന്നിട്ട് പറയണേ, ഇല്ല, കള്ളം പറയുന്നു, നിന്റെ കഴുത്തിലതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇല്ല മുത്തശ്ശി. അന്നേരം യശോദയും പറയുന്നുണ്ട്, അമ്മ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? നീ മിണ്ടാതിരിക്കുക, ഇപ്പം ഞാൻ കാണിച്ചു തരാം, നിന്റെ മാല കാണിക്കടി എന്ന് പറഞ്ഞ് രാധികയുടെ കഴുത്തിൽ കയറി പിടിക്കുക. അന്നേരം രാധിക വേണ്ട എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ കൈ പിടിക്കുന്നുണ്ട്. എന്നാൽ രാധികയുടെ കഴുത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് ആ മാല പുറത്തേക്ക് എടുക്കുവാണ് കേട്ടോ. അന്നേരം നോക്കുമ്പോൾ താലിയൊന്നും അതീ കാണുന്നില്ല. അങ്ങനെ മുത്തശ്ശി ചമ്മി പോകുവാണ് കേട്ടോ. ഈ സമയം യശോദ ചോദിക്കണേ, എവിടെ അമ്മേ താലി? അത് പിന്നെ വരുണിൻ്റെ കൂടെ നിന്നപ്പോൾ നിൻ്റെ കഴുത്തിൽ ആ താലി ഞാൻ കണ്ടതാണല്ലോ. അയ്യോ സത്യമായിട്ടും എൻ്റെ കഴുത്തിൽ അങ്ങനെ ഒരു താലി ഇല്ല.
ഈ സമയം യശോദയും പറയുന്നുണ്ട്, വരുൺ ഇവിടെ വന്ന് രാധികയെ കണ്ടുപിടിച്ചത് കണ്ട് തന്നെ അമ്മ വല്ലാതെ ടെൻഷനായിരുന്നു. ആ സമയത്ത് അമ്മക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. അന്നേരം മുത്തശ്ശി തറപ്പിച്ചു വരണേ, ഇല്ല, എൻ്റെ കണ്ണ് ഒരിക്കലും എന്നെ ചതിക്കില്ല. ഇവളെ പെരുങ്കള്ളിയാണ്. എടി, നീയായിട്ട് പറയുന്നില്ല എന്ന് ഉറപ്പിച്ചു അല്ലേ? സാരമില്ല, അത് ഈ വീട്ടിൽ എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോളാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഒരു നിമിഷം പോലും നിന്നെ ഞാൻ ഈ വീട്ടിൽ നിർത്തില്ല. മനസ്സിലായോടി? അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോകുവാണ്. ഈ സമയം യശോദ രാധികയുടെ അരികിലേക്ക് ചെല്ലുക. മോളെ വിഷമിക്കണ്ട, മുത്തശ്ശി പറയുന്നൊന്നും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. അങ്ങനെ പറഞ്ഞ് രാധിക വീണ്ടും പൂജാമുറിയിലേക്ക് തന്നെ പോകുവാണ്. എന്നിട്ട് പൂജാമുറിയിൽ കൃഷ്ണഭഗവാന്റെ മുമ്പിലുള്ള തട്ടിൽ പൂക്കൾക്കിടയിലാണ്ടോ രാധിക താലി വെച്ചിരുന്നത്. അങ്ങനെ ആ താലി വീണ്ടും കയ്യിലെടുക്കുവാണ്. എന്നിട്ട് ആ താലി സന്തോഷത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് പത്മിനിയും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ്. മുത്തശ്ശി പത്മിനിയോട് ചോദിക്കണേ, അല്ല പത്മിനി, പ്രിയങ്കമ്മോൾ ഇവിടെ വന്നതിന് ശേഷം നീ അവളോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ലമ്മേ, പ്രിയങ്കയുടെ അരികിലേക്ക് പോകാനായിട്ട് ഒരു മടി പോലെ. എങ്ങനെയാ കുട്ടിയെ ഫേസ് ചെയ്യുക? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെയാണല്ലോ. അന്നേരം മുത്തശ്ശൻ പറയണേ, അതെ, എനിക്കൊരു മടിയുണ്ടായി. ഞാനും ഇതുവരെ പോയി ഒന്നും സംസാരിച്ചില്ല. പക്ഷേ നമ്മളങ്ങനെ മാറി നിൽക്കുന്നത് നല്ലതല്ല. ഇവിടെ വരുണിനെ പ്രിയങ്കയെ തെറ്റിക്കാനായിട്ട് പലരും നോക്കി നടക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ അവരുടെ ഈ അകൽച്ച സന്തോഷമാകും. ഈ സമയം പത്മിനി പറയണേ, വരുണും പ്രിയങ്കയും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും മാറി ഒന്നാവുന്നത് കാണാനല്ലേ നമ്മൾ കാത്തിരുന്നതും. അതിനുവേണ്ടിയല്ലേ നമ്മൾ ശ്രമിച്ചതും. അതിനിടയിൽ ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മളാരും വിചാരിച്ചില്ലല്ലോ. ആ കുട്ടിയെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. നമ്മുടെ വരുൺമോൻ്റെ കാര്യത്തിലും തെറ്റുണ്ടല്ലോ. അവൻ കാരണമല്ലേ പ്രിയങ്കമ്മൾക്ക് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടി വന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, അതെ, എന്താണെങ്കിലും ഇനി അതിനെയൊക്കെ കുറിച്ച് നമുക്ക് മറക്കാം. പ്രിയങ്കമ്മോൾക്ക് നമ്മൾ വേണം ആത്മവിശ്വാസവും ധൈര്യമൊക്കെ കൊടുക്കാൻ. അവൾ നമ്മളെ ചേർത്ത് നിർത്തണം. അതേമ്മേ, അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ ആ ആഭരണത്തിൻ്റെ ബോക്സുമായിട്ട് പ്രിയങ്ക റൂമിലേക്ക് വരുന്നത്. അങ്ങനെ പ്രിയങ്ക ആ ആഭരണ ബോക്സ് മുത്തശ്ശിയുടെ കൈ കൊടുക്കുക. ഇതാ മുത്തശ്ശി, ഇത് ഞാനിനി സൂക്ഷിക്കുന്നില്ല, മുത്തശ്ശി തന്നെ വെച്ചോ. അറിവില്ലായ്മ കാരണം എൻ്റെ ഭാഗത്തു നിന്ന് പല തെറ്റുകളും സംഭവിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോയതിന് ശേഷം എനിക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നഷ്ടപ്പെടുത്തിയതോർത്ത് ദുഃഖിച്ചിരിക്കുമായിരുന്നു ഞാൻ. എന്നോട് ക്ഷമിക്കണം അമ്മേ എന്നൊക്കെ പറഞ്ഞ് പത്മിനിയെ ചേർത്ത് പിടിച്ച് കരയുവാണ്. അന്നേരം പത്മിനി പ്രിയങ്കനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ്. മോൾ വിഷമിക്കാതെ, മോളുടെ ഭാഗത്തുനിന്നൊരു ചെറിയ തെറ്റ് പറ്റി, അത് ഞങ്ങളെല്ലാവരും ക്ഷമിച്ചില്ലേ? വരുൺ തന്നെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നില്ലേ? മോളെ അച്ഛൻ കണ്ണു തുറന്നപ്പോൾ ആദ്യം തന്നെ എന്താ പറഞ്ഞതെന്നറിയോ? പ്രിയങ്ക മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന്, എന്നാലേ അച്ഛന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അച്ഛനെ മോളോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. പ്രിയങ്ക മോളുടെ എത്രത്തോളം വാത്സല്യമുണ്ടെന്ന് അറിയോ അച്ഛന്? അന്നേരം പ്രിയങ്ക പറയണേ, അതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടമ്മേ. എൻ്റെ വാക്കുകൾ അച്ഛനെ കുറേ വേദനിപ്പിച്ചു. ഞാൻ തന്നെ അച്ഛനെ കണ്ടതിനൊക്കെ മാപ്പ് പറഞ്ഞോളാം. ഇനി എന്നെ വരണം ഇവിടുന്ന് ആട്ടി ഇറക്കിയാൽ പോലും ഞാൻ പോകില്ല. മുത്തശ്ശിയും അമ്മയൊക്കെ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ എല്ലാ സ്നേഹം അങ്ങനെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇനി എനിക്ക് പോകാനാവില്ല. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ പിടിച്ചും കരയുവാണ്. അങ്ങനെ പ്രിയങ്കയുടെ അഭിനയമൊക്കെ കണ്ടിട്ട് കണ്ണു നിറഞ്ഞ് നിൽക്കുവാണ് പത്മിനിയും മുത്തശ്ശിയൊക്കെ. എന്നിട്ട് മുത്തശ്ശി പ്രിയങ്കയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും മോളുടെ കൂടെയുണ്ട്. മോൾക്ക് ഈ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളോടെ സന്തോഷത്തോടെയും ജീവിക്കാം. മുത്തശ്ശിക്ക് പ്രിയങ്ക മോളെ എത്രയ്ക്ക് ഇഷ്ടമാണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് പിരിഞ്ഞിരുന്ന നന്നായി. അതുകൊണ്ടല്ലേ നമുക്കുള്ളിലുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയത്. അന്നേരം പ്രിയങ്ക പറയണേ, അത് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഇങ്ങനൊരു മുത്തശ്ശി കിട്ടത് എൻ്റെ ഭാഗ്യമോ എന്ന് പറഞ്ഞ് വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്